മറച്ചു പിടിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാണ്. ഈ പ്രതിസന്ധിയുടെ ഒന്നാമത്തെ കാരണക്കാർ KCB തന്നെയാണ്. KCB തന്നെയാണെന്ന് പറയാൻ കാരണം നമ്മൾ മുമ്പ് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. എന്താണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി, എന്താണ് 10 വർഷം പവർ കട്ടില്ലാത്ത കേരളം, എന്താണ് അതിനു മുമ്പുള്ള ഇരുണ്ട കാലം, ഇത് മൂന്നും പറഞ്ഞിട്ട് ഇത് പറയാൻ പറ്റൂ. ഈ പിണറായി വിജയൻ ഒന്നാം സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലത്ത് ഇരുണ്ട കാലം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇപ്പോഴും വെബ്സൈറ്റുകളിൽ കിടപ്പുണ്ട്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുണ്ട കാലം. ഈ തെരഞ്ഞെടുപ്പിലെ കാലം ഇരുണ്ട കാലം, പവർ കട്ടില്ലാത്ത പിണറായി വിജയന്റെ 10 വർഷം എന്താണ് തെളിച്ചമുള്ള കാലം. ഇപ്പോൾ പിണറായി വിജയനാണ് ഇപ്പോഴും മുഖ്യമന്ത്രി, LDF സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത്. ഇപ്പോൾ പവർ കട്ടുണ്ട്. അപ്പോൾ ഈ കാലത്ത് എന്ത് വിളിക്കും? ഇരുണ്ടാലം എന്ന് വിളിക്കും? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് KCB ഇതിനെ പവർ കട്ടെന്ന് ലോഡ് ഷെഡിംഗ് എന്ന് വിളിക്കുന്നത് പറയുന്നത്. ഇത് പവർ കട്ട് തന്നെയാണ്, ലോഡ് ഷെഡിംഗ് പോലുമല്ല. അതിൻ്റെ കാരണം ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് അവറിൽ വലിയ ഉപഭോഗം വരുമ്പോൾ ആ ലോഡ് കുറയ്ക്കുന്ന പരിപാടിക്കാണ് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത്. ഇത് പീക്ക് അവറിലെ പീക്ക് അവറിലെ ഉപഭോഗം മാത്രമല്ല, പവർ കട്ട് ചെയ്യാൻ പവർ ഇല്ല. കാരണം വെച്ചാൽ പീക്ക് അവറിൽ നമുക്ക് ഈ ലോഡ് വർദ്ധിക്കുമ്പോൾ നമ്മൾ സഹായിച്ചുകൊണ്ട് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനമാണ്, നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ പ്രവർത്തിച്ചാണ് ലോഡ് വർദ്ധിക്കുന്നത് തടഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ വെള്ളമില്ല. ആ വെള്ളം ആരാണ് മാനേജ് ചെയ്ത് കഴിഞ്ഞ 2 വർഷം? KCB തന്നെയാണ്. അപ്പോൾ നമുക്ക് ചൂട് കൂടും, മഴ പെയ്തില്ല, നമുക്ക് ഇത്ര വെള്ളം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ഉൽപ്പാദിപ്പിച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലം കേന്ദ്രപ്പുള്ളിൽ നിന്നുള്ള വൈദ്യുതി കൊണ്ട് പോകണം, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കുറച്ച് പ്രവർത്തിപ്പിക്കാതിരിക്കാം, വേനൽക്കാലത്ത് ഉപയോഗിക്കാം, എനിക്കുള്ളത് മാനേജ് ചെയ്യാം. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേ ഇരുണ്ട കാലം എന്ന് വിളിക്കുന്ന ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട ഒരു കരാറ് 7 വർഷക്കാലം ആ കരാർ പ്രകാരം വൈദ്യുതി വാങ്ങി തുച്ഛവിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഉണ്ടിരിക്കുക ഒരു ഉൾവിളിയാലെ ഇതിൽ അഴിമതിയുണ്ട്, ഇത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ റെഗുലേറ്ററി കമ്മീഷൻ അത് റദ്ദാക്കുന്നു, ആ കരാർ റദ്ദാക്കുന്നു. ഈ 7 വർഷം വാങ്ങിയതാണ്, അത് റദ്ദാക്കിയതിന് ശേഷം പിന്നെ ആ വിലയ്ക്ക് 25 കൊല്ലത്തേക്ക് കിട്ടിക്കൊടുന്ന വൈദ്യുതി കിട്ടാനില്ല. ഇതാര് വരുത്തി വെച്ചാണ്? 2 കാര്യമുണ്ട് അതിലൊന്ന്. ആ 4 രൂപയ്ക്ക് തൊട്ട് മുകളിൽ നമുക്ക് യൂണിറ്റിന് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ആ കരാർ റദ്ദാക്കി, 25 കൊല്ലത്തേക്ക് കിട്ടിക്കൊടുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? ഇപ്പോൾ വാങ്ങുന്ന അദാനി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളിൽ നിന്ന് പവർ പർച്ചേസ് എഗ്രിമെൻ്റ് ഭാഗമായിട്ടാണ് വാങ്ങുന്നത്. പവർ പർച്ചേസ് അല്ല, എക്സ്ചേഞ്ച്. അതായത് ഇപ്പോൾ പകൽ അവർക്ക് കൊടുക്കും, രാത്രി ഞങ്ങൾക്ക് തരണം എന്നുള്ളതിൽ എക്സ്ചേഞ്ചിൽ അന്യായ വിലയ്ക്ക് 4 രൂപ കിട്ടിക്കൊടുന്ന് ഇപ്പോൾ 14 രൂപ വരെയാണ് നമ്മൾ വൈദ്യുതി വാങ്ങുന്നത്. അപ്പോൾ ഈ വാങ്ങുന്നത് സ്വകാര്യ കമ്പനികളിൽ നിന്നാണ്. നേരത്തെ NTPC ഉൾപ്പെടെയുള്ള കമ്പനികളുമായിട്ടാണ് പവർ പർച്ചേസ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ അഴിമതി? കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കരാർ ഒരു കാരണമല്ല റദ്ദാക്കിയ അഴിമതി എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ അല്ലേ ചെയ്തത്? ഈ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോടതിയാണ്. അത് ഇരിക്കുന്ന ആരാ? TK ജോസ് IAS ആണ് കമ്മീഷൻ അധ്യക്ഷൻ. അത് പൊളിറ്റിക്കൽ നിയമനമാണ്. തൊട്ടടുത്തിരിക്കുന്ന U പ്രദീപ് ആരാ? SRMയുടെ കാലത്തെ വൈദ്യുതി മന്ത്രിയുടെ PA. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന അവരുടെ സ്വയം തീരുമാനമാണോ? റെഗുലേറ്ററി കമ്മീഷനും സർക്കാർ വൈദ്യുതി ബോർഡും തമ്മിൽ എല്ലാ കാലത്തും ഉടക്കുണ്ടായിട്ടുണ്ടോ ജിംസേ? ഈ കാര്യത്തിൽ KCBയുടെ നിലപാടെന്തായിരുന്നു? അതായത് ആര്യാടൻ മുഹമ്മദിന്റെ കരാർ റദ്ദാക്കുന്ന കാര്യത്തിൽ KCBയുടെയും സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു? അതിൽ അഴിമതി ഉണ്ടെന്ന് തന്നെയായിരുന്നു. വിജിലൻസ് അന്വേഷിച്ചിട്ട് അഴിമതി കണ്ടെത്തിയോ? കണ്ടെത്തിയില്ല. പക്ഷേ റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ KCBയുടെ നിലപാട് റദ്ദാക്കരുതെന്ന് തന്നെയായിരുന്നു. KCBയുടെ യൂണിയൻകാർ നിലപാടെന്തായിരുന്നു? ഞാൻ പറഞ്ഞ KCBയുടെ നിലപാടാണ്. സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു? സർക്കാർ നിലപാട് KCBയുടെ നിലപാടായിരുന്നു. സർക്കാരിനോ? ആര്യാടൻ മുഹമ്മദ് അഴിമതി കാണിച്ചു എന്ന് പറയാത്ത ഏത് നേതാക്കളാണ് LDF സർക്കാർ? അത് പൊളിറ്റിക്കൽ ഇല്ലാത്ത അഴിമതി, വിജിലൻസ് അന്വേഷിച്ച് അഴിമതി കണ്ടെത്തിയില്ല. അത് റദ്ദാക്കിയ അന്യായ വിലയ്ക്ക് ഇത് വാങ്ങുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു സർക്കാരിന് തുച്ഛ വിലയ്ക്ക് കിട്ടിക്കൊടുന്ന വൈദ്യുതിയുടെ കരാർ റദ്ദാക്കി അന്യായ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് അഴിമതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായി മറുപടി പറയാൻ പോലും UDF കഴിഞ്ഞിട്ടില്ല. അസംബ്ലിയിൽ ഈ വിഷയം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ വേറൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ മുഴുവൻ ഭാരം പേരുന്നത് നമ്മളാണ്. നമ്മൾ സെസ് അത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബില്ലൊന്നും എടുത്തു പോകണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ അടയ്ക്കാത്ത തുകയാണ് നമ്മൾ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ സ്ലാബിൽ എന്ത് 5000-ൽ കൂടുതലാണ് ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോൾ വൈദ്യുതി ചാർജ് വരുന്നത്. 5000 രൂപ 5000 മുകളിലാണ്. ഒരു AC എങ്കിലും ഉള്ളവർ 5000 മുകളിലാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നിരിക്കെ ഇതിൽ യഥാർത്ഥ അഴിമതി അന്വേഷിക്കാൻ അടുത്ത സർക്കാർ തയ്യാറാണെന്നാണ് ഞാൻ പറയാനുള്ളത്.